ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവർ ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ 3 സ്പാച്ചുലയാണ് കേട്ടോ. അപ്പോൾ ഇത് തെങ്ങിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു സ്റ്റാളിൽ ഇങ്ങനെ കോക്കനട്ട് ട്രീ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ചിങ്ങനെ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ പക്ഷേ അതിനിങ്ങനെ ആ ഒരു ആര് പോലെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ അങ്ങനെ ഒരു വാക്സ് പോലെയൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഞാനിതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത് ഉപയോഗിക്കാതെ തന്നെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഷെൽഫിൻ്റെ അകത്ത് വെച്ചായിരുന്നു. പക്ഷേ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കോക്രോച്ച് വന്നിട്ട് ഇതൊക്കെ അങ്ങ് ചീത്തയാക്കിയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് അതിൻ്റെ മേലുള്ളതൊക്കെ ഇങ്ങനെ തിന്നിട്ട് ആകെ വൃത്തികേടാക്കി. ഇത് കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു നടുക്ക് കാണുന്ന പോലെ നല്ല ഫിനിഷിങ് ഉള്ളതായിരുന്നു കേട്ടോ. പക്ഷേ അതും ഇതുപോലെ ചീത്തയാക്കി കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്ക് അത് ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കളയാൻ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ തോന്നി കളയാണ്ട് അത് എന്തെങ്കിലും ഒന്നിങ്ങനെ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാമെന്ന് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഇതിങ്ങനെ ഒരു കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഇതുപോലെ ഇങ്ങനെ ഒരു എക്സിബിഷനിൽ കണ്ട സമയത്ത് വാങ്ങിച്ചായിരുന്നു. വുഡൻ്റെതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇത് കുറേ യൂസ് ചെയ്തു. പിന്നെ ഇത് ഒരിക്കലും ഇപ്പോൾ അത് പൊട്ടിപ്പോയി, പഴയതായിട്ട് പൊട്ടിപ്പോയതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ആദ്യം ഞാനതിങ്ങനെ ആ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ആ ഒരു പീസ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കയ്യിലുള്ള പഴയ ഏതെങ്കിലും സ്പാച്ചുലയോ ഒഴിവാക്കിയിട്ടുള്ളതോ പൊട്ടിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫെവിക്കോൾ എടുത്തതിൻ്റെ പകുതി അളവിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്പൂണ് ഫെവിക്കോൾ ആണെങ്കിൽ 1 സ്പൂൺ വെള്ളം ചേർത്ത് നമ്മൾ ആ ഒരു വാട്ടർ മിക്സ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഡെക്കോപ്പേജ് ടിഷ്യൂ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഡെക്കോപ്പേജ് ടിഷ്യൂ. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഡെക്കോപ്പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറകിലൊരു തിന്നായിട്ടുള്ളൊരു ലെയർ ഉണ്ടാവുമല്ലോ ടിഷ്യൂടെ, അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ തോന്നി ഇതിലേക്ക് നല്ല മാച്ചാണ്, കാരണം അതുപോലൊരു ഡിസൈനാണ്. ഒരു ക്രിസ്മസിൻ്റെ ഒരു ബെല്ലൊക്കെ പോലത്തെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതൊന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫെവിക്കോളുള്ളത് നന്നായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ, അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണേ. ചുളിവുകളൊക്കെ വരാതെ നല്ല നീറ്റായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ മെല്ലെ തന്നെ ചെയ്ത് കൊടുക്കണം, കാരണം ഭയങ്കര നൈസായിട്ടുള്ള ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ബ്രഷിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഫെവിക്കോളും കൂടെ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചുളിവൊക്കെ ഇല്ലാതെ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കവറൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അല്ലാതെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കരുത്. അപ്പം പെട്ടെന്ന് തന്നെ അത് ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ നനഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കീറി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ടിഷ്യൂ ഇങ്ങനെ മേലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഒരു എക്സ്ട്രാ ടിഷ്യൂ ഒക്കെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അതിന് സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ബ്രഷ് ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ നനഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ നമ്മളൊന്നിങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ആ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലേക്കൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആ ഒരു ടിഷ്യൂ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡ്രൈ ആക്കാൻ വെക്കാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്കി 2 സ്പാച്ചുലയിൽ ഇതുപോലെ തന്നെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു പിങ്ക് കളർ ഫ്ലവേഴ്സിൻ്റെ ഉണ്ടല്ലോ, ആ ഒരു ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സ്പാച്ചുലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ബേസ് കോട്ടൊന്നും അടിക്കാതെയാണ് നമ്മൾ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നത്. പക്ഷേ അത് ശരിക്കും ഒരു ഫ്ലോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്രയ്ക്ക് നീറ്റായിട്ട് കിട്ടിയില്ല. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം എന്താണ് അത് ഞാൻ കട്ട് ചെയ്ത് കളയാത്തതെന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഒന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിന് ആ ഒരു ഏകദേശം ഒരു ഫ്ലവർ വരുന്ന ഒരു ഡിസൈൻ ഇങ്ങനെ ഇതുപോലെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സ്പാച്ചുലയുടെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ടിഷ്യൂ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ടിഷ്യൂ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചുളിവുകളൊക്കെ ഇല്ലാതെ അതിലേക്ക് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കവറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ കൈ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കീറിപ്പോവും. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ആ ഒരു ഹാൻഡിലൊക്കെ അതുപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഭാഗം കൂടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്.
നമ്മൾ എടുക്കുന്ന സ്പാച്ചുലയ്ക്ക് ഹോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഹോൾ ഉണ്ടാക്കിയിട്ട് നീറ്റാക്കി എടുക്കാം. നമ്മൾ നന്നായിട്ട് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിക്കോളും. എന്നിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മൂന്നാമത്തെ സ്പാച്ചുല ഇതുപോലെ തന്നെ ആ ഒരു പിങ്ക് കളർ ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെക്കോപ്പേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ആ ഡെക്കോപ്പേജിൻ്റെ ആ ഒരു ഡിസൈൻ ഒന്നും കാണുന്നില്ല. കാരണം നമ്മൾ ബേസ് കോട്ടൊന്നും അടിച്ചിട്ടില്ലല്ലോ. നല്ല ലൈറ്റ് കളറ് ഡെക്കോപ്പേജ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വുഡന് നല്ല ഡാർക്ക് കളറായിട്ട് നമ്മൾ ബേസ് കോട്ടൊക്കെ അടിക്കാതെ ചെയ്തതുകൊണ്ടാണ് ആ ഒരു ഡിസൈനൊന്നും കാണാത്തത്. അപ്പോൾ പിന്നെ ഞാൻ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ 2 സ്പാച്ചുലയും ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മൾ അത്രക്കൊരു ഫ്ലോപ്പായി പോയിട്ടില്ല. കാരണം ബേസ് കോട്ട് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു വുഡന് ഭയങ്കര ലൈറ്റ് കളറായതുകൊണ്ട് അത്രക്കൊരു കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊരു പെയിൻറ്റ് അടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ഇനിയിപ്പോൾ നമുക്ക് ടിഷ്യൂ ഒട്ടിക്കാണ്ടില്ല. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ ആ 2 സ്പാച്ചുലേക്കും ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു 3 എണ്ണം ഇങ്ങനെ പെയിൻറ്റ് അടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ആ ഒരു സൈഡിലേക്കൂടി ഒന്ന് ഡെക്കോപ്പേജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഞാൻ എല്ലാത്തിനും ആ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പിങ്ക് കളർ തന്നെ. അപ്പോൾ എന്നിട്ട് അത് നമുക്ക് ഏതാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ബ്രഷ് ഒന്നിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഡെക്കോപ്പേജ് ചെയ്യുന്നതിന് ഒരു മാച്ച് ആകുന്ന രീതിയിലൊരു ലൈറ്റ് കളർ ഏതെങ്കിലും ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അതിനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഹാൻഡിലൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ സ്പാച്ചിലേക്കും ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത 2 എണ്ണത്തിന് നമ്മൾ ഒരു സൈഡിലും നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ബാക്ക് സൈഡിലും കൂടെ ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഡെക്കോപ്പേജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ ടിഷ്യൂ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് മാത്രം വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കുക. നമ്മൾ ബേസ് കോട്ടായിട്ട് ഒരു കളർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും അങ്ങനെ ചെയ്താലും. എന്നിട്ട് ഹാൻഡിൽ ചെറിയൊരു പീസായിട്ട് മാത്രം കുറച്ച് ആ ഒരു ഫ്ലവർ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്പാച്ചിലേക്ക് ഇങ്ങനെ നമ്മൾ ഒരു സൈഡിലും പിന്നെ 2 എണ്ണത്തിന് നമ്മൾ 2 സൈഡിലായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ഹോൾസ് ഉള്ളതിനും കൂടെ ഒരു സൈഡിലും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതാണ്. ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയൊക്കെ എടുത്തിട്ട് ആ ഹാൻഡിലും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 2 സൈഡിലും ആ ഒരു ഡെക്കോപ്പേജൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിൽ എക്സ്ട്രാ വരുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു കോർണറിലുള്ളതൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കോർണറിലേക്കൊക്കെ നന്നായിട്ട് അതിങ്ങനെ സ്റ്റിക്കായിട്ട് കെട്ടിക്കോളും. അങ്ങനെ നമ്മൾ ആ ഒരു 3 സ്പാച്ചിൽ ഇപ്പം നന്നായിട്ട് ഡെക്കോപ്പേജൊക്കെ ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈഡ് ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. കാരണം നമ്മൾ ബേസ് കോട്ടൊക്കെ അടിച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് അടിക്കാത്ത ആ ഭാഗത്ത് ആ ഒരു വുഡൻ്റെ കളറൊക്കെ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട്. പിന്നെ ഈ കോക്കനട്ട് ട്രീ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്പാച്ചിൽ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ആ തെങ്ങിൻ്റെ ആരിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറൊക്കെ ഡെക്കോപ്പേജിലൂടെ കാണുമ്പോൾ നല്ലൊരു നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ആ ഒരു ബേസ് കോട്ട് അടിച്ചിട്ടുള്ള ഭാഗത്താണ് നല്ലൊരു ഭംഗിയായിട്ടുള്ളത്. അല്ലാത്തത് ഇങ്ങനെ ആ ഒരു വുഡൻ്റെ കളർ ഇങ്ങനെ കാണുകയാണ്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡിലും നമ്മൾ ബേസ് കോട്ട് അടിച്ചിട്ടാണ് ഡെക്കോപ്പേജ് ചെയ്തത്. അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെയിൻറ്റ് അടിച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ നല്ലൊരു ഭംഗി. പിന്നെ ഇത് നമ്മൾ 2 പീസ് ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ഇതൊന്നും ഇങ്ങനെ കാണുന്നൊന്നുമില്ല. ചെറുതായിട്ട് ആ ഒരു ലൈൻ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഹോൾസൊക്കെ ഞാൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. നമുക്കിതിങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ഇനി ഫുള്ളായിട്ട് ആ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഒരു ടിഷ്യൂ ഇങ്ങനെ ഒരിക്കലും ഇളകി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോഡ് പോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഡെക്കോപ്പേജിൻ്റെ ബോട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് നമ്മൾ ആ ഒരു സ്പാച്ചില കാണാനായിട്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സാറ്റിൻ്റെ റിബൺ ഉണ്ട്, പിങ്കും വൈറ്റൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് ബോ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ സാറ്റിൻ്റെ റിബൺ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ജൂട്ട് ത്രെഡൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ബോ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഡ്രസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലേസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു ബോ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഞാൻ ഒരു കുഞ്ഞ് വൈറ്റ് പേൾ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്നും വേണമെന്നില്ല, നിങ്ങളെ കയ്യിൽ എന്തൊക്കെയാണോ സ്റ്റോൺസോ പേൾസോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാനിതിങ്ങനെ ഡ്രസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള സ്റ്റോൺസും ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു കുഞ്ഞ് ബോയൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് സ്റ്റോൺസ് ഒക്കെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സാറ്റിൻ്റെ റിബൺ തന്നെ ഇങ്ങനെ ആ ഒരു ഹോൾസിലൂടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും അത് ഹാങ് ചെയ്തിട്ടൊക്കെ ചെയ്യാം, ഡോറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിച്ചണിൻ്റെ വാളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ 3 എണ്ണത്തിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ കളയാൻ വിചാരിച്ചതും അതുപോലെ ചീത്തായി പോയിട്ടുള്ള ആ സ്പാച്ചുലൊക്കെ നന്നായിട്ട് നമ്മൾ മേക്ക് ഓവറൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇതുപോലെ സ്പാച്ചുലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇതുപോലെ കുറേ കഴിയുമ്പോൾ ഹാൻഡിലൊക്കെ പൊട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ചീത്തായി പോയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഡെക്കോപ്പേജൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഡെക്കോപ്പേജ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഴയ ഫാബ്രിക്സും ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റോൺസും പേൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൊട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേൾസും സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള സ്പാച്ചിൽ ഇനി അല്ലാന്നുണ്ടെങ്കിൽ പഴയ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് കിച്ചണിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മളെ കിച്ചണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.